ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ആകാശത്തുകൂടി പറന്നു നടക്കുന്ന പറവകളോ ഉരകങ്ങളോ പരാഗങ്ങളോ നാൽക്കാലികളോ ഇരുകാലികളോ നാൽക്കാലികളോ ഒന്നും വേളി കഴിച്ചിട്ടല്ല അവയിലൂടെ പറക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് വിവാഹ നിർബന്ധമില്ല എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടായത് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ അഭിപ്രായ സർവേ നടത്തിയതിൽ 80% പെൺകുട്ടികളും വിവാഹത്തെ അനുകൂലിക്കുന്നവരല്ല എന്ന ഭീതിതമായ കണക്കെടുപ്പിന് മുമ്പിൽ വിവാഹ ജീവിതമില്ലാതെ ലിവിൻ ടുഗദറോ ഒരു നിയന്ത്രിതമായ കുടുംബ വ്യവസ്ഥ ഇല്ലാതെ മനുഷ്യൻ ജീവിച്ചാൽ അവസാനം മനുഷ്യൻ എന്ന് പറയുന്ന 2 കാലിൽ നിവർന്നു നിൽക്കുന്ന ഹോമോസോപ്പിയൻ ജീവി ഈ ഭൂലോകത്തുണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ അവസാനം പ്രതിമകളെ ആശ്രയിക്കേണ്ടി വരും. വലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ച എൻ്റെ മനുഷ്യൻ, അവൻ്റെ നിലനിൽപ്പ് ഭൂമിയുടെ നിലനിൽപ്പാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാനം അല്ലാഹ് എന്ന് പറയുന്ന ഒരു വിശ്വാസി ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഈ ലോകം അവസാനിക്കുകയില്ല. പടച്ചവനെ തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയുടെ സാന്നിധ്യം ഈ പ്രപഞ്ച ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണെന്നിരിക്കെ അള്ളാഹു കുടുംബജീവിതത്തെ തന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാനിത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് കൗൺസിലിംഗ് ഇൻ സൈക്കോളജിയാണ്. എന്താണ് വൈവാഹിക ജീവിതത്തിൻ്റെ സൈക്കോളജി എന്ന് ചോദിച്ചാൽ ആണിനും പെണ്ണിനും പറയാനുള്ളത്, കൈകാലികൾക്ക് ചങ്ങലയിടുന്ന, എൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ അനുമതി തേടേണ്ടി വരുന്ന, എൻ്റെ വികാര വിചാരങ്ങളുടെ വിക്ഷുബ്ധതയെ ഒതുക്കിപ്പിടിച്ച് ഞാൻ ഒരു 4 ചുവട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കേണ്ടി വരുന്നതാണ് വിവാഹം. അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് ന്യായമായി ഒരു പെൺകുട്ടി പറയുമ്പോൾ അവിടെ അതിനേക്കാൾ വലിയ സൈക്കോളജി, കുടുംബജീവിതത്തിൻ്റെ പുറകിൽ ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി മനുഷ്യവർഗം ഈ ഭൂമി ലോകത്ത് നിലനിൽക്കണമെന്നതാണ്. അനോണിമസമായി ജനിക്കപ്പെടുന്ന ഏതോ പബ്ബുകളിലോ ഏതോ ബാറുകളുടെ പുറകിലോ ഏതൊക്കെയോ വേശ്യാലയങ്ങളിൽ പിറക്കപ്പെടുന്ന പെൺകുട്ടികളെ കൊണ്ട് ഫാദർലെസ് അമേരിക്ക എന്ന ഒരു പേര് തന്നെ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അമേരിക്ക കിട്ടിയ പേര് ഫാദർലെസ് അമേരിക്ക എന്ന് മാത്രമല്ല, 0 സെക്സുമാണ്. അതിനോട് ആസക്തിയില്ലാതെ എല്ലാം ആസ്വദിച്ച് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം കണ്ടാൽ ആകർഷിക്കപ്പെടാൻ കഴിയുന്ന വിധം സ്ത്രീ പുരുഷ ബന്ധത്തെ നിലനിന്നാൽ മാത്രമേ അവിടെ തലമുറകളുടെ പ്രജനനത്തിന്റെ പ്രവാഹമുണ്ടാവൂ. അങ്ങനെ ഇത്രമേൽ വലിയ സൈക്കോളജിയെ നിലനിർത്തിയിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞ് നിങ്ങളോട് നിക്കാഹിനെ കുടുംബജീവിതത്തെ അള്ളാഹു നിർബന്ധമാക്കിയത്. എന്നിട്ട് പടച്ചവൻ ആ വിശുദ്ധമായ ഇതിനെയെല്ലാം പറഞ്ഞ്, വളരെ പരിമിതമാണ് സമയം, റിയാസ് സാറിനെ പോലെയുള്ള ആളുകൾ പ്രസംഗിക്കാൻ ഇനിയുണ്ട്, അതുകൊണ്ട് ഒരു ദീർഘപ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഖൈറുൽ കലാമി മക്കല്ല വദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുട്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. ഇത് തീരുമാനിച്ച പടച്ച തമ്പുരാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കറിയുമോ, അള്ളാഹു എത്ര മനോഹരമാണ്. വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ഫാത്തിഹ, ഖുർആന്റെ പ്രവേശികയാണ്. അത് കഴിഞ്ഞാൽ 2ാമത്തെ അധ്യായത്തിൻ്റെ പേര് അൽ ബക്കറ. ബക്കറ എന്ന് പറഞ്ഞാൽ നാൽക്കാലി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾ ഈ ആളുകളോട്, നിങ്ങളുടെ സഹോദരിമാരോട് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആദ്യം അവരോട് പറയണം, ഖുർആൻ നിങ്ങളെ എത്ര മനോഹരമായിട്ടാണ് ഒരു സ്ത്രീയെ വരച്ചിടുന്നത്. ആദ്യത്തേത് അൽ ബക്കറ, നാൽക്കാലി. എന്തുകൊണ്ടാണ് പടച്ചവൻ അത് പറഞ്ഞത്? ഖുർആനിന് ഒരു ചിട്ടയുണ്ട്. ഈ സൂറത്തുകൾ വെറുതെ വെച്ചതല്ല. ആദ്യത്തെ സൂറത്ത് ബക്കറ, നാൽക്കാലി. അവസാന സൂറത്ത് അന്നാസ്, മനുഷ്യൻ. ഓതാൻ തുടങ്ങിയാൽ നാൽക്കാലിയുടെ സ്വഭാവമാണെങ്കിൽ അന്നാസിൽ അവസാനിക്കുമ്പോൾ അവൻ പൂർണ്ണമായ മനുഷ്യനാവണം എന്നതാണ് ഖുർആനിൻ്റെ അധ്യായങ്ങളുടെ അടുക്കിൻ്റെയും ചിട്ടയുടെയും ക്രമത്തിൻ്റെയും ഒരടിസ്ഥാനം. അൽ ബക്കറ, നാൽക്കാലി. നമുക്ക് ആ ഖുർആനിനെ ഇങ്ങനെ ഒന്ന് വായിച്ചാലോ? വേറൊരു സൈക്കോളജിയിലൂടെ നമുക്ക് ഖുർആനിനെ ഒരു വായന നടത്തിയാലോ? നമ്മളാരും മുജത്തഹിദല്ല. എൻ്റെ ഗുരുനാഥന്മാരിയ്ക്കുന്ന സദസ്സിലാണ്. അൽ ബക്കറ, നാൽക്കാലി. നാൽക്കാലിയുടെ പ്രത്യേകത, നാൽക്കാലികൾക്ക് വിവാഹ ബന്ധമില്ല, നാൽക്കാലികൾക്ക് കുടുംബജീവിതമില്ല. അതുകൊണ്ട് മനുഷ്യ, നീ നാൽക്കാലിയെ പോലെ ആവരുത്, നിനക്കൊരു കുടുംബം ഉണ്ടാവണം. അതുകൊണ്ടാണ് അടുത്ത സൂറത്ത് ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം. ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. ആ ഇമ്രാന്റെ കുടുംബത്തെ പോലെ, ഇമ്രാന്റെ പതിവ്രതയായ ഭാര്യ ഹന്നയെ പോലെ, ഹന്നയുടെ പാതിവൃത്യമുള്ള മകൾ ലം യംസസ്നി ബശറുൻ, പരപുരുഷ സ്പർശനം എൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടില്ലെന്ന് തൻ്റെ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ മറിയമിനെ പോലെ
നിനക്കൊരു നല്ലൊരു കുടുംബം ഉണ്ടാവണം. അതുകൊണ്ട് ആലു ഇമ്രാൻ കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിന്റെ പേര് അൻ-നിസ. നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. ഏത് കുടുംബത്തിന്റെയും ആധാരശില സ്ത്രീയാണ്. ഉമ്മ വാപ്പ എന്ന് പറയുന്ന ബന്ധം രക്തബന്ധമാണ്. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം രക്തബന്ധമല്ല. നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന ഒരു ബന്ധമേ ഉള്ളൂ. പക്ഷേ അള്ളാഹു പറയുകയാണ്, നിനക്ക് കിട്ടുന്ന എല്ലാ രക്തബന്ധങ്ങളും നൽകിയത് ഈ സ്ത്രീയാണ്. ഉമ്മയുണ്ടായത്, വാപ്പയുണ്ടായത്, എല്ലാ രക്തബന്ധങ്ങളുടെയും അടിസ്ഥാനം ഈ സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ടൊരു കുടുംബത്തിന്റെ ആധാരശീല സ്ത്രീയാണ്. അടുത്ത അധ്യായത്തിന്റെ പേര് അൽ മാഇദ, ഭക്ഷണത്തളിക. രാപകലില്ലാതെ അടുക്കളയിൽ അധ്വാനിക്കുന്ന ഒരു പെണ്ണ് വെച്ച് വിളമ്പിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമാണ് ഒരു കുടുംബത്തിന്റെ സൗഹാർദ്ദ വലയങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കേണ്ടതെന്ന് എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധമായ ഖുർആൻ ഒരു കുടുംബ ജീവിതത്തിന്റെ സൈക്കോളജിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളതായിക്കൂടാ? വീണ്ടും വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അത്രമേൽ മനോഹരമായൊരു കുടുംബത്തിൽ മാത്രമേ നല്ല ഒരു തലമുറ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താ? വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഏതാ? കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഏതാ? ആസ്വാദനമല്ല, തലമുറകളുടെ നിലനിൽപ്പാണ്. നിന്നിലൂടെ ഇനി തലമുറയുണ്ടാവണം. തലമുറകളെ കല്യാണം കഴിക്കണ എല്ലാത്തിനു വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ 2-3 സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ എടുക്കുന്നുണ്ട്. എന്തിനാണ് കല്യാണം? സന്തുട്ട ഭാര്യ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മിൻദേവ കുലേ നിത്യം കല്യാണം തത്ര വൈദ്രവം. നല്ല മനോഹരമായൊരു കുലവും ഗോത്രവും മക്കളും ഉണ്ടാവാനാണ് ഒരാൾ വിവാഹം കഴിക്കുക. ഖുർആൻ അതിന്റെ സൈക്കോളജിയെ രണ്ടായി പറയാൻ. സ്വസ്ഥമായ ഒരു വീട്ടിലെ നല്ല ഒരു കുടുംബ ബന്ധവും നല്ല ഒരു സ്ത്രീയും പറക്കുകയുള്ളൂ. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുത ലാ യഖ്റുജു ഇല്ലാ നകിദ. നല്ല കൃഷിയിടത്തിലെ നല്ല വിളവുകൾ ഉണ്ടാവൂ എന്ന് ഖുർആൻ പറഞ്ഞത് തഫ്സീറിൽ കാണാം പെണ്ണിനെ കുറിച്ചാണ്. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുത ലാ യഖ്റുജു ഇല്ലാ നകിദ. നല്ല കൃഷിയിടത്തിലെ നല്ല കൃഷിയുണ്ടാവൂ എന്ന് ഖുർആൻ പറഞ്ഞത് സ്ത്രീയെ കുറിച്ചിട്ടാണ്. ഒരു നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാവണം. ആ കുടുംബത്തിന്റെ ഉള്ളിൽ നല്ല ഒരു സ്ത്രീ പറക്കപ്പെടും, നല്ല ഒരു പുരുഷൻ പറക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം അത്രമേൽ നല്ല കൃഷിയിടമാവണം. ഏത് വിത്ത് കൊണ്ടുപോയിട്ടാലും നല്ല സുന്ദരമായി മുളപ്പിച്ച് പുഷ്പിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ വീടിന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ ചിലന്തിയെ പോലെ ആവരുതെന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ അൻകബൂത്ത്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി. അള്ളാഹു ഒരു അധ്യായത്തിന് പേര് വെച്ചത് ചിലന്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിലൊരായത്തുണ്ട്, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈത. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ആളുകളുടെ ഉപമ കമസലിൽ അൻകബൂത്ത്, ചിലന്തിയെ പോലെയാണ്. എന്താണ് ചിലന്തിയുടെ പ്രത്യേകത? ഇത്തഖദതു ബൈത. ആ ചിലന്തി ഒരു വീടുണ്ടാക്കി. ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്, ചിലന്തിയുടെ അന്തരീക്ഷമാണ്. എന്തുകൊണ്ടാണ് ചിലന്തിയുടെ വീട് ദുർബലമാണെന്ന് ഖുർആൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ചിലന്തിയുടെ വീട് ദുർബലമാണെന്ന് നമുക്കറിയുന്നത്? നമുക്കറിയാം, ചിലന്തിയുടെ വീട് ഒരു മരക്കൊമ്പിലോ ഒരു ഗുഹാമുഖത്തോ ഇരുന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പശ ഉപയോഗിച്ച് ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ ശില്പ ചാതുര്യ വൈദഗ്ധ്യത്തെ പോലും തോക്കുന്ന രീതിയിൽ നൊടിയിടകൾക്കുള്ളിൽ ഇഴകൾ കൊണ്ട് വളരെ മനോഹരമായൊരു വീടുണ്ടാക്കുന്ന ചിലന്തി. ആ ചിലന്തിയുടെ വലയുടെ ഇടയിലെ ഇഴകളുടെ ഇടയിൽ പോലും സമീകൃതമായ അകലമാണ്. ഒരു ജാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന രീതിയിൽ ഇടയടകളുടെ ഇടയിൽ സമീകൃതമായ അകലത്തിൽ ഉണ്ടാക്കുന്ന ചിലന്തിയുടെ വീട് എത്രമേൽ മനോഹരമാണ് ചിലന്തിയുടെ വീട്. പക്ഷേ കാറ്റൊന്നടിച്ചാൽ, വിരലിന്റെ അഗ്രഭാഗമൊന്ന് തൊട്ടിയാൽ ഒരു സ്വപ്ന സാഫല്യമായി ചിലന്തി വച്ച ആ വീട് മുഴുവനും നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, ചിലന്തിയുടെ വീട് ദുർബലമാണെന്ന് പറഞ്ഞത് എന്നാണ് നമ്മൾ ധരിച്ചത്. അല്ല, ഖുർആനിന് അതിനൊരു വലിയൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടല്ല. മഹാനായ വിശുദ്ധമായ ഖുർആൻ ഒരു നിലപാടുണ്ട്. അവിടെ പറയുന്നത് ഇത്തഖദതു ബൈത, ആ വീടുണ്ടാക്കിയത് പെൺചിലന്തിയാണ്. ചിലന്തിയുടെ വീടുണ്ടാക്കുന്നത് പെൺചിലന്തിയാണ്. ഈ വിശുദ്ധ ഖുർആനിനെ എത്രമേൽ മനോഹരമായി നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും. ഫീലിൽ താവ് വന്നാൽ
ഇത്തഖദത്ത് ബൈത. ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ ആൺചലന്തിയാണ്. താവ് വന്നാൽ പണ്ട് മീസാനും അവാഫിൽ ഓതുന്ന സമയത്ത് ഈ ലമീർ ദറഹുവ അസീസ് ബാത്ത് എന്ന് പറഞ്ഞ് എന്തിനാ ഇടങ്ങേറാക്കിയിട്ട് നമ്മളെ ഇടങ്ങേറാക്കണമെന്ന് പലപ്പോഴും ഉസ്താദ്മാരോട് തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് നമുക്കത് മനസ്സിലാവുക എത്രമേൽ മനോഹരമാണ്. ഇത്തഖദത്ത് ബൈത താവ് ഉള്ളത് കൊണ്ട് ഫീലിൽ താവ് വന്നാൽ വത്താഉ തഅനീസിൻ ഫി വത്താഉ തഅനീസിൻ തലിൽ മാലീദാ കാനാലി ഉൻസാ കാഅബത്ത് ഹിന്ദുല്ലദാ. കാഅബത്ത് ഹിന്ദുല്ലദാ. വത്താഉ തഅനീസിൻ തലിൽ മാലീദാ. അതിനകത്തേക്ക് തൈനീസിന്റെ താവ് വന്നാൽ ഇത്തഖദത്ത് ബൈത വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെലന്തിയുടെ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. പെൺചലന്തി ആൺചലന്തി പുറകിൽ നിന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. പെൺചലന്തി വീടുണ്ടാക്കും. അവസാനം വീട് പൂർത്തിയായി കഴിയുമ്പോൾ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടെ ആ വീട്ടിൽ താമസമാകും. കുറെ കഴിയുമ്പോൾ മക്കൾ ഈ പെൺചലന്തിയെ കൊല്ലും. അതാണ് ഏത് ചെലന്തിയുടെ വല നോക്കിയാലും അതിനകത്തൊരു ചെലന്തി ചത്തു കിടക്കുന്നത് കാണാം. അത് ഈ ഹതഭാഗ്യനായ ആൺചലന്തിയാണ്, ഹതഭാഗ്യനായ ഭർത്താവാണ്. ഇങ്ങനെ മാതാവും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ലോകത്തിലെ ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതിയാണ് ചെലന്തിയുടെ കുടുംബ വ്യവസ്ഥിതി. അതുകൊണ്ടാണ് ഇന്ന ഔഹനൽ ബുയൂത്തിൽ ബൈത്തുൽ അൻകബൂത്ത്, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ഈ സൈക്കോളജി, നിങ്ങൾ ഈ പറയുന്ന ഈ റഫറൻസ് ഗ്രന്ഥം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്ന് ആലങ്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ദേശീയപാതയുടെ ഇരുഭാഗത്ത് നോക്കിയാൽ മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന മനോഹരമായ കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പന്തനക്ഷത്ര ഹോട്ടലുകളിലേക്ക് നടന്നു പോകുന്ന നൂറുകണക്കിന് വീടുകൾ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മൊറോക്കൻ അറബ് ശില്പ ചാരുതയുടെ ചാതുരതയുണ്ടെങ്കിലും ആ വീടുകളൊക്കെ ചെലന്തിയുടെ വീടാ. മിക്കവാറും വീടുകൾ ചെലന്തിയുടെ വീടാണ്. വിശ്വാസം നഷ്ടപ്പെട്ട വീട്, അർബുദം ബാധിച്ച് രോഗം ബാധിച്ച് വേദന തിന്ന് കിടക്കുമ്പോ ഉമ്മയുടെ മുമ്പിൽ ഒരേ ഒരു പ്രതീക്ഷ, എനിക്കെന്നെ മോനുണ്ടെന്നായിരുന്നു. മരുന്നുമായി കടന്നു വരുന്ന മകൻ, ചൂടുവെള്ളവുമായി കടന്നു വരുന്ന മകൻ നൊന്തു പ്രസവിച്ച വേദനയിൽ അലറി നിലവിളിച്ചപ്പോ തനിക്ക് താങ്ങാകുമെന്ന് കരുതിയ മകൻ, വാതില് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് വരുന്ന ഒരു നേരത്തെ വെള്ളം തരുമെന്ന് കരുതിയ മകൻ ഉമ്മയുടെ കഴുത്തിലെ കാഞ്ഞു വെട്ടിയപ്പോ അപ്പോഴും ആ ഉമ്മ വിളിച്ചിട്ടുണ്ടാകും, മോനെ, എന്റെ പ്രിയപ്പെട്ട മോനെ. അവസാനത്തെ പെടയിൽ പെടയുമ്പോഴും മോനെ എന്ന് വിളിച്ച ഉമ്മയുടെ മുമ്പിൽ കടന്നു വരുന്ന മകനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം കുടുംബജീവിതത്തിന്റെ ചുവരെഴുത്തുകൾ ദുർബലമാകുന്ന കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ബാധ്യതയാണ്. നിങ്ങളുടെ മഹല്ലുകൾക്കുള്ളിൽ 400 വീടുകളുള്ള ഒരു മഹല്ലിലേക്കാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. നമ്മൾ മുമ്പ് കണ്ട വീടുകളല്ല. നിങ്ങൾ ഈ സനതുമായിട്ട് ഇറങ്ങിപ്പോകുന്നത് കൽച്ചീലുകൾ നിറഞ്ഞ പരുപരുത്ത ഇടവഴി, കാലാൾ പടയ്ക്കു വേണ്ടി നീ പതാക പേറുന്നീ. നമ്മൾ പോകുന്നത് വലിയൊരു പ്രയത്നങ്ങളിലേക്കാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബ ക്ലാസ്സുകളിലൊക്കെ സൈക്കോളജി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അതിനെ പങ്കെടുക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ഇത് ഖുർആൻ പറയുന്ന ഒരു സൈക്കോളജിയാണ്. എന്നിട്ട് ആ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ, ഞാനിപ്പോ നിക്കാഹ് മുതലാണ് ഖുർആന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾക്കൊരു വീടായി. ആ വീടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് സൂറത്തുൽ ലുഖ്മാൻ. എന്താണ് ഉത്തരവാദിത്വം? വലഖദ് ആതൈനാ ലുഖ്മാന അൽഹിക്മത അൻ ഇശ്കുറ ലില്ലാഹ്. അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തണം. സൂറത്തുൽ ലുഖ്മാന്റെ ഇതിവൃത്തം ഒരു വാപ്പ മകനോട് കൊടുക്കുന്ന ഉപദേശമാണ്. എന്താ ഉപദേശം? മോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ, യാ ബുനയ്യ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോനെ എന്നല്ല. നമുക്കൊക്കെ അങ്ങനെ വിളിക്കാൻ, ഇതെല്ലാം ഏറ്റവും വലിയ സൈക്കോളജി. ഇങ്ങനെ വല്ലാതെ ഒരു വികാര വിക്ഷുബ്ധതയുടെ പാരമ്പര്യയിൽ വരുന്നവനോട് പൊന്നുമോനെ, കുഞ്ഞുമോനെ, ഒന്നടുത്തിരിക്കൂ എന്ന് പറയുന്ന പിതാവിന്റെ ശൈലി നമ്മളെങ്ങനെ വിളിക്കാം? ഇവിടാണ് അത്രവൻ, ഇവിടെ വേട. ഒരു ചൂരലുമായിട്ട് നമ്മൾ നിന്ന് ലോകത്തിലെ അധ്യാപനത്തിന് ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ചൂരലാന്ന് കരുതുന്ന ആളുകളാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ് മോനോട്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ. ആരാ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം? വലഖദ് ആതൈനാ ലുഖ്മാന അൽഹിക്മ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ഹിക്മത്ത്? വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. പടച്ചോനെ പേടിയുള്ള ഒരു വാപ്പയാണിത്. യാ ബുനയ്യ,
പൊന്നുമോനെ ഇങ്ങടുത്തേക്ക് വാ, ഇങ്ങടുത്തേക്ക് വാ, അങ്ങനെ വിളിക്കണം. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയെ വിളിക്കാറുണ്ട്, യാ ആഷ്, യാ ആഷ്. ആയിഷ എന്നല്ല, യാ ആഷ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ തീവ്രതയുടെ പാരമ്യതയിലെത്തിയ ഒരു പ്രകടനമുണ്ട്. ആഷ്, ഇവിടേക്ക് ഒരു വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിളിക്കുക. യാ ബുനയ്യ, കുഞ്ഞുമോനെ, ലാ തുശ്രികു ബില്ലാഹ്, പടച്ചവനോട് നീ ശിർക്ക് ചേർക്കരുത്. ആദ്യം അള്ളാഹുവിനോടുള്ള കടമയെ വീട്ടിൽ ഉപദേശിച്ച ഉപ്പ. രണ്ടാമത് വസ്സൈനൽ ഇൻസാന ബി വാലിദൈഹി, നിന്റെ ഉമ്മയോടുള്ള കടമകൾ. ഹമലതുഹു ഉമ്മുഹു വഹിനൻ. ഇവിടുത്തെ പ്രയോഗം നിങ്ങൾ നോക്ക്. വാപ്പ ഉപദേശിക്കുന്നത് കൊണ്ട് വാപ്പ പറയുന്നത് ഹമലതുഹു ഉമ്മുഹു വഹിന, നിന്റെ ഉമ്മ വല്ലാതെ സങ്കടപ്പെട്ടിട്ടാണ് കുട്ടിയെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് കേട്ടോ. വാപ്പയുടെ ഉപദേശം ഉമ്മയെ കൊണ്ടാവണം, ഉമ്മയുടെ ഉപദേശം വാപ്പയെ കുറിച്ചാവണം. വാപ്പ ഉമ്മയില്ലാത്ത നേരത്ത് മക്കളും വാപ്പയും കൂടി ഐസ്ക്രീം പാർലറിൽ ഐസ്ക്രീം കഴിക്കാൻ പോകുമ്പോൾ ഭാര്യ പറയും, എനിക്ക് അലർജി ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. വാപ്പയും മക്കളും മാത്രം സ്വകാര്യതയിലുള്ള നേരത്ത് വാപ്പ അറിയേണ്ട ഒരു സൈക്കോളജി ഉണ്ട്. മക്കളെ, നിങ്ങൾ എന്നെ എന്തും പറഞ്ഞോളൂ, എനിക്കത് പ്രശ്നമല്ല. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അതുകൊണ്ട് മക്കളെ, പക്ഷെ നിങ്ങളുടെ ഉമ്മ അവൾ പാവമാണ്, അവൾക്ക് വേറെ ആരുമില്ല നമ്മളല്ലാതെ, അതുകൊണ്ട് നിങ്ങൾ അവളെ വിഷമിപ്പിച്ചാൽ ഞാനത് സഹിക്കില്ല എന്ന് ഉപ്പ പറയുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ഉപ്പ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന നേരത്ത്, ഉപ്പ പള്ളിയിൽ ജോലിക്ക് പോകുന്ന നേരത്ത് തൻ്റെ മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ, മക്കളെ, ഉമ്മയെ നിങ്ങൾ എന്തും പറഞ്ഞോളൂ, ഉമ്മക്കത് പ്രശ്നമല്ല, ഞാൻ എന്ത് സഹിക്കാം. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നട്ടുച്ച നേരത്ത് നിന്റെ വാപ്പ കഷ്ടപ്പെട്ടതിൽ നിന്നാണ് ഈ ഓരൂരുള്ള ചോറ് നീതി നിന്നത്. നിന്റെ വാപ്പ വിദേശത്ത് കഷ്ടപ്പെട്ടതാണ് മക്കളെ ഈ ചോറ്. അതുകൊണ്ട് ഉപ്പാന്റെ ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യന് ആവശ്യത്തിന് പ്രഷർ ഷുഗർ ഉണ്ട് എന്ന് ഉമ്മ തിരിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സൈക്കോളജിയെ നമ്മുടെ മുമ്പിൽ പറയുന്നത് ഖുർആനാണ്. വാപ്പ ഉപദേശിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലായിടത്തും മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്നാണ്. വാപ്പ പറയുന്നത് കൊണ്ട് ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ, കഷ്ടങ്ങളുടെ മേൽ കട്ട സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. സൂറത്തുൽ ലുഖ്മാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഖുർആൻ പറയുന്ന ഒരു കുടുംബ ബന്ധത്തിൻ്റെ സൈക്കോളജിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകൾ പറയാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നേരത്തെ അരിയാർ സാറ് പറഞ്ഞതുപോലെ ഒരു എക്കണോമിക് ബാലൻസും കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിയാണ്. ഉമ്മാന്റെ പർദ്ദയും ഉമ്മാന്റെ പുട്ടിയും മേടിച്ച് തന്നെ ഒരു നേരത്തെ അധ്വാനത്തിന്റെ പൈസ പോകുമെങ്കിൽ നീ അത് ചെയ്യരുത്. ഒരു എക്കണോമിക് ബാലൻസ് ഉണ്ട്. അലിയാർ സാർ അതിനെക്കുറിച്ച് പറഞ്ഞ് ഗോൾഡ് മെഡൽ മേടിച്ച ആളാണ്. പക്ഷേ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു എക്കണോമിക് ബാലൻസ് ഉണ്ട്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമ മഖ്സൂറ. ഉണ്ടെന്ന് കരുതി വല്ലാതെ അങ്ങ് ചെലവഴിക്കുകയും ചെയ്യരുത്, ഇല്ലാതെ പിശിക്കുകയും ചെയ്യരുത്. വല്ലാതെ വാരി ആർഭാടം കാണിച്ചാൽ മോളെ കെട്ടിക്കാൻ നേരത്ത് ലോൺ എടുത്തിട്ട് പിന്നെ അടക്കാൻ പറ്റാത്ത ജപ്തിയിൽ ആക്ഷേപിക്കപ്പെടും. ഫതഖഉദ മലൂമ മഖ്സൂറ. അമിതമായ ആർഭാടം, അമിതമായ വ്യയം, ഇതിന്റെ പേരിൽ നീ ആക്ഷേപിക്കപ്പെടും. അതുകൊണ്ട് ഫതഖഉദ മലൂമ മഖ്സൂറ, ആക്ഷേപിക്കപ്പെടുന്ന രീതിയിൽ. ഒരു കാലത്ത് അവനൊക്കെ എങ്ങനെ നടന്നതാണ്, ഇപ്പൊ നോക്ക് എന്ന് ആക്ഷേപാർഹമാകുന്ന രീതിയിൽ നിങ്ങളുടെ എക്കണോമിക് ബാലൻസ് വിട്ടുകളയരുത്. ഇതൊക്കെ ഖുർആനിൻ്റെതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഖുർആൻ പറയുന്ന ഒരു സൈക്കോളജിയിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്ന ഒരു കുടുംബത്തെ നമുക്ക് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളതിനെ പ്രാപ്തരാക്കി തരട്ടെ. അല്ലാഹു നമ്മളതിനെ പ്രാപ്തരാക്കി തരട്ടെ. അല്ലാഹു നമ്മളതിനെ പ്രാപ്തരാക്കി തരട്ടെ. ആ രീതിയിൽ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഖുർആനിന് ആമുഖ പുസ്തകം ചേർത്ത പ്രവാചകൻ തൻ്റെ സ്വന്തം ജീവിതം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തഫ്സീർ ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ തഫ്സീർ ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ തഫ്സീർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിതങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ തഫ്സീർ. അതാണ് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ച തഫ്സീർ. വക്കാന യഹ്മിലുൽ മാഅ മിൻ അക്സൽ മദീന. ചില സമയത്ത് ഭാര്യയ്ക്ക് നടുവേദന വരുമ്പോൾ ഇന്നാ എന്നെ ഉമ്മാന്റെ മൺകിളി അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം മദീനയുടെ മലഞ്ചെരുവിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് ആയിഷ ബീവിക്ക് കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ വലിയ പ്രശ്നമായി. ഹബീബായ നബി തങ്ങളൊരു സൈക്കോളജി ഉണ്ട്. ആ പ്രവാചകൻ ഒരു തഫ്സീർ കൊടുക്കാൻ, രണ്ടുപേരും തമ്മിൽ പ്രശ്നമായി. രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം ഉണ്ടായാൽ പിന്നെ 3 ദിവസത്തേക്ക് ഫിത്രത്തിന്റെ കാലഘട്ടമാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല. ഇടയ്ക്കിടയ്ക്ക് മേശയുടെ മുകളിൽ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കണ ഒരു സൗണ്ട് വെക്കാം. എന്ന് പറഞ്ഞാൽ ചായ വന്നു എന്നാണ്. മേശയുടെ മുകളിൽ ഗ്ലാസ് ശബ്ദത്തോടെ ഇരിക്കും. ആ സമയത്ത് അതിൻ്റെ അർത്ഥം ചായ വന്നു എന്നാണ്. പിണങ്ങണതിന് മുമ്പ് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്,
അപ്പുറത്ത് ചില സമയത്ത് അടുക്കളയിൽ തവിയെടുത്ത് അങ്ങോട്ട്, ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട്, പാത്രം എടുത്ത് താഴെ, ഒരു ജഗ പുകയാണ് എന്ന് പറഞ്ഞാൽ ഹാല് മാറിയിരിക്കുകയാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഈ 3 ദിവസം ഇവർ തമ്മിൽ പിണങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ, രണ്ടുപേരും മിണ്ടാണ്ടിരുന്നാൽ, എൻ്റെ പൊന്നു സഹോദരിമാരെ, ഈ മിണ്ടാതിരുന്നിട്ട് എന്ത് കാര്യം? ഒന്നുകിൽ പിണങ്ങാം, പക്ഷെ ഇണങ്ങാൻ പഠിച്ചിട്ട് പിണങ്ങാവും, ഇല്ലെങ്കിൽ പിണങ്ങരുത്, പിണക്ക നീണ്ടുപോകും. ഇനി 3 ദിവസം മിണ്ടാതിരുന്നാൽ പിന്നെ 3 ദിവസം തിരിച്ചു കിട്ടുമോ? എന്തേലും കൊണ്ട് പറഞ്ഞു തീർക്കണ്ടേ? ഹബീബായ നബിതങ്ങൾ ആദ്യം മുൻകൈ എടുക്കേണ്ടതാരാ? ഭർത്താവ്. വീട്ടിലെ പിണക്കം തീർക്കാൻ ആദ്യം മുൻകൈ എടുക്കേണ്ട ഹബീബിന്റെ സൈക്കോളജി ഭർത്താവാണ്. ഞാൻ അന ഖൈറും മിൻക, നിങ്ങളെക്കാൾ ഉത്തമൻ ഞാനാന്ന് പറഞ്ഞ് ഗിരിരാജൻ കോഴിയെ പോലെ നമ്മളങ്ങനെ നിൽക്കലല്ല. ഐഷ ബീവിയോട് ചോദിച്ചു, ഐഷ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞു തീർക്കണ്ടേ? അപ്പൊ ഐഷ ബീവി ഈ പട്ടനമൂത്രം മരുന്നിന് ചോദിച്ചാൽ മണ്ണിലെ പിടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയ. അങ്ങോട്ട് നമ്മൾ പിണക്കം തീർക്കാൻ വേണ്ടി വിളിച്ചാൽ പിന്നെ ഇത് അർശിന്റെ മുകളിലോട്ട് കയറും. അപ്പൊ ഐഷ ബീവി പറഞ്ഞു, അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്യ ഐഷ, അങ്ങനെയാണെങ്കിൽ നമുക്കിടയിൽ ഒരു മധ്യസ്ഥനെ കൊണ്ടുവരാം, അബൂ ഉബൈദത്തുൽ ജറാഹിനെ കൊണ്ടുവന്നാലോ? അപ്പൊ ഐഷ ബീവി പറഞ്ഞു, അത് വേണ്ട നബി, അബൂ ഉബൈദ നിങ്ങളുടെ ആളാണ്, അത് വേണ്ട, ആ പരിപാടി വീട്ടിലിരിക്കട്ടെ. അബൂ ഉബൈദ, ഞാൻ നാടൻ ഭാഷയിൽ പറയാൻ, ആയിഷ ബീവി പറയണ പരിപാടി ഐഷ ബീവി പറയുന്നുണ്ട്, വേണ്ട, ആ സമയത്ത് അബൂ ഉബൈദ നിങ്ങളുടെ ആടാണ്, അതുകൊണ്ട് വേണ്ട, നിങ്ങളുടെ സൈഡേ നിൽക്കുള്ളൂ, നിങ്ങളുടെ വലിയ സഹാബിയല്ലേ, നിങ്ങളുടെ ഫാൻസ് അല്ലേ, നിങ്ങളുടെ വേർപ്പ് തുള്ളി ശേഖരിക്കാൻ നിൽക്കുന്ന ആളുകളല്ലേ, പിന്നെ എങ്ങനെ എൻ്റെ കൂടെ നിൽക്കുക? അപ്പൊ അള്ളാന്റെ റസൂലുള്ളാഹി, ആയിഷ എന്നാ എനിക്ക് നിനക്ക് സ്വീകാര്യനായ ഒരാളെ കൊണ്ടുവരാം. ആരാണ്? നിന്റെ വാപ്പ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരാം. അപ്പൊ ആയിഷ ബീവിക്ക് സന്തോഷം. ഏതായാലും ഉപ്പ മോളുടെ കൂടെ അല്ലേ നിൽക്കൂ, ഉപ്പായും മോളും തമ്മിലാണല്ലോ ഒരു കെമിസ്ട്രി. അങ്ങനെ രണ്ടുപേരും വന്നു. നിങ്ങൾക്കെല്ലാം ചരിത്രം അറിയാം. അവസാനം അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആയിഷ പറയാൻ തുടങ്ങിക്കോളൂ. ആയിഷ ബീവി പറഞ്ഞു, വേണ്ട, ആദ്യം നിങ്ങൾ പറ, രണ്ടാമത് ഞാൻ പറയാം. കാരണം ആദ്യം നിങ്ങൾ പറയുകയും രണ്ടാമത് നിങ്ങൾ പറയുകയും ചെയ്താൽ നിങ്ങൾ അടിച്ചിരുത്തി കളയും. നിങ്ങൾ വലിയ പ്രാസംഗികനാണ്, നിങ്ങൾ വലിയ വാത് പറയുന്ന ആളാണ്. ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ നിങ്ങളുടെ ഭാഗ്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് അടിയിൽ പോകും, അതുകൊണ്ട് വേണ്ട. അവസാനം ആയിഷ ബീവി പറയാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആയിഷ അങ്ങനെയാണ്, ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ. അവൾ ചില സമയത്ത് പത്തിരി തരൂല, പത്തിരി കുഴയ്ക്കാൻ വേണ്ടി പോയിട്ടിരുന്ന് ഉറങ്ങിപ്പോകും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പത്തിരിയുടെ മാവും കുഴച്ച മാവും പിടിച്ച് ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവിയുടെ ഓരോ ചെറിയ ചെറിയ കാര്യം പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, നബിയെ പറയണതൊക്കെ കൊള്ളാം, പക്ഷേ ലാഖൂൽ ഇല്ലൽ ഹക്ക, എന്നെ കുറിച്ച് ഉള്ളതേ പറയാവൂ, എന്നെ കുറിച്ച് വേണ്ടാത്ത വർത്താനം എൻ്റെ വാപ്പായോട് പറയരുത്. ഇത് കേട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ആയിഷ ബീവിയുടെ കരണത്തൊരടി ആഞ്ഞടിച്ചു. മഹദി കറങ്ങി നേരെ ഹബീബായ നബി തങ്ങളുടെ കാൽക്കൽ വന്ന് വീണു. നമ്മൾ അലമാര തുറക്കുമ്പം ഈ ഡ്രസ്സ് വന്നിട്ട് നേരെ കാലി വന്ന് വീഴുമല്ലോ, അമ്മ അങ്ങനെ നമ്മുടെ അലമാര തുറഞ്ഞാൽ ഉള്ള ഡ്രസ്സെല്ലാം നമ്മുടെ കാൽക്കൽ വീഴും. ഒരടി കൊടുത്തു. ഹബീബായ നബി തങ്ങളുടെ കാൽക്കൽ വന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീണു. ആയിഷ ബീവിയുടെ മൂക്ക് പൊട്ടി, രക്തമൊലിച്ചു. ആ സമയത്താണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റിന്റെ ഇടപെടൽ ഉണ്ടായത്. ആ സമയത്താണ് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്ത് നിർത്തി മൂക്കിലെ രക്തമൊക്കെ തുടച്ചു മാറ്റിയിട്ട് നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അബൂബക്കറെ, മധ്യസ്ഥം പറയാനല്ലേ നിന്നോട് വലിച്ചുള്ളൂ, എൻ്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കർ തന്നെ വെളിയിലായി. എൻ്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അടിയും കൊണ്ട് മൂക്കിലൂടെ ചോര വന്ന് നെഞ്ചിലോട്ട് ചാരിക്കടന്ന് ആയിഷ ബി ആസദ് നബി ഞങ്ങളോട് പറയുന്നുണ്ട്, നബിയെ ഇതിനേക്കാൾ നല്ലത് അബൂ ഉബൈദത്തുൽ ജറാഹായിരുന്നു, ഇതിനേക്കാൾ നല്ലത് അബൂ ഉബൈദത്തുൽ ജറാഹായിരുന്നു നബിയെ എന്ന അടി കൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ തോറ്റ് വാപ്പാടെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് നമ്മുടെ നാട്ടിൽ തലാഖ് സംഭവിക്കുന്ന ഒറ്റ വിഷയം മതി. അപ്പോഴാണ് സൈക്കോളജിയുടെ ഇടപെടൽ. ഹബീബായ നബി തങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കേൾക്കാനുള്ളതൊക്കെ കേട്ടു, കിട്ടാനുള്ളതൊക്കെ കിട്ടി. പിന്നെ ഒന്ന് നെഞ്ചിലോട്ട് ചേർത്ത് വെച്ച് ഒരു തലോടൽ, ഒരു ചെറിയ വർത്തമാനം, പ്രശ്നങ്ങൾ അവസാനിച്ചു.